ഹായ്, എങ്ങനെ പോണു നിങ്ങളുടെ ഹോബീസൊക്കെ? ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? നമ്മളിന്നൊരു ബാഗാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ചിൽ വരുന്ന ഒരു ക്രോഷ്യ സ്ലിംഗ് ബാഗ്. ഇതിൻ്റെ പാറ്റേൺ ഞാൻ ഇൻസ്പയർഡ് ആയത് ഈ കാണുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ബേസായിട്ട് 31 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഈ ആണ് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ഹുക്ക് സൈസ് 4 ആണ് എടുത്തിരിക്കുന്നത്. 5 എടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ വലിയ ബാഗ് കിട്ടും. ഇപ്പോൾ ഇതാ 30 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 മോർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ബേസായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ റൗണ്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ടേണിംഗ് ചെയിൻ ആഡ് ചെയ്തിട്ട് ടേൺ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യും. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. റൗണ്ട് 2 കഴിഞ്ഞു. ഇനി റൗണ്ട് 3 ആണ്. സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ചെയിൻ 1, ടേൺ ആൻഡ് 2 സിംഗിൾ ക്രോഷ്യ. ഇതിങ്ങനെ റൗണ്ട് 6 വരെ റിപ്പീറ്റ് ചെയ്യാം. റൗണ്ട് 6 നമ്മൾ മേലെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ബാക്കിയുള്ള 3 ഭാഗം കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ബാഗിൻ്റെ ഈ സൈഡിലായിട്ട് 6 സ്റ്റിച്ചസ്, അപ്പുറത്തെ സൈഡിൽ 6 സ്റ്റിച്ചസ്, പിന്നെ നീളമുള്ള സൈഡ് 30 + 30 60 സ്റ്റിച്ചസാണ് വരിക. അപ്പോൾ ടോട്ടൽ 72 സ്റ്റിച്ചസ് ഉണ്ടാവും കൗണ്ട് ചെയ്യുമ്പോൾ. ഇത് ബേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന യാണാണ്. നമ്മളത് ഇതിനോട് ചേർത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അത് ഇൻവിസിബിളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നോളും. ഈ റൗണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിലും സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ 2 ലൂപ്പിലൂടെ അല്ല, ബാക്ക് ലൂപ്പിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് 3 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1, 2, 3. എന്നിട്ട് നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ആദ്യം യാൺ ഓവർ ചെയ്യാം, ഹൂക്ക് ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് യാൺ പുൾ ചെയ്യാം. പിന്നെ 2 ലൂപ്പിലൂടെയായി 2 തവണ ഇങ്ങനെ പുൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് വീണ്ടും സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 1 2 എന്നിട്ട് അടുത്തതിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഹോൾ റൗണ്ട്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ബോഡിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഈ ഒരു ലെയറിൻ്റെ മുകളിലാണ് നമ്മൾ ക്രോക്കഡൈൽ സ്റ്റിച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ റൗണ്ടിൻ്റെ അവസാനം എത്തി നിൽക്കുകയാണ്. ഒരു ചെയിൻ ആഡ് ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കാണുന്നില്ലേ, നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്ന 3 ചെയിൻ സ്റ്റിച്ചിൽ അതിൽ 3ാമത്തെ ബാക്ക് ലൂപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.